കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഈ മിഡ്ഫീൽഡർ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും തൻ്റെ 100% നൽകി ടീമിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് കളിക്കളത്തിലും പുറത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനീത്, സ്വാഗതം. എങ്ങനെയാണ് ഈ വേഴ്സറ്റാലിറ്റി നിലനിർത്തുന്നത്? വേഴ്സറ്റൈലാണോന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്രത്തോളം വേഴ്സറ്റൈലാണ്, എത്രത്തോളം ഗ്ലാമർ ഉണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ഈ പറയുന്ന പോലെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഗോൾ അടിക്കുക, ഗോൾ അടിപ്പിക്കുക, മറ്റേ ടീമിനെ അടിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അത് നോക്കുന്നത്. അതിൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ പലപ്പോഴും അതിനുള്ള റിസൾട്ട് കിട്ടുന്നു. എന്നോട് പലരും ചോദിക്കാനുണ്ട് ഗോൾ അടിക്കുന്നത് എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അത് ആകുന്നതാണ്. അത് ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും ചിലപ്പോൾ കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ പോകണമെന്നില്ല. ചിലതൊക്കെ ഞാൻ വിചാരിക്കാത്തതും കറക്റ്റായിട്ട് പോസ്റ്റിലേക്ക് പോകാറുണ്ട്. അപ്പം അതങ്ങനെ ആവുന്നതാണ്, സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ആ ഒരു സമയം അതങ്ങനെ ചുമ്മാ ആവുന്നതല്ല. എപ്പം ഗോൾ അടിക്കണം എന്നുള്ളത് മുകളിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ടച്ചുള്ളതുകൊണ്ടല്ലേ ഗോളിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല, ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന സാധനം നമ്മൾ ട്രൈ ചെയ്യണം. അതായത് പോസ്റ്റിലേക്ക് അടിച്ചാൽ മാത്രമേ ഗോളോ, നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ ഗോളോ. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ അടിച്ചു നോക്കും. ചിലപ്പോൾ അത് കയറും, ചിലപ്പോൾ അത് കയറില്ല എന്നുള്ളതാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഇന്ന ആംഗിളിൽ പോകണം എന്ന് വിചാരിക്കുന്നത് പോകില്ല. ചിലപ്പോൾ ഇത് പോകില്ല എന്ന് വിചാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആംഗിളിൽ പോകുന്നത്. അത് ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് അടിച്ചതല്ല, ഒറ്റ ഗോളും ഞാൻ പ്ലാൻ ചെയ്ത് അടിച്ചതല്ല. അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്തു, അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, എക്കാലത്തും ഫാൻസിൻ്റെ ഒരു ചോദ്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇപ്പോഴും താങ്കളോട് ചോദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്, എന്നാണ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതൊരു കളിക്കാരൻ്റെ ഒരു ഏജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ലിമിറ്റഡ് അല്ലേ? ആ ഒരു പീരീഡിന് ശേഷം നമ്മൾ അടുത്ത ഒരു തലത്തിലേക്ക് മാറേണ്ടതില്ലേ? അത് ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വരുന്ന ചോദ്യമാണ്, മഞ്ഞക്കുപ്പായിട്ടൂടെ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും റിട്ടയർ ചെയ്യേണ്ട സമയമാണ്. അതിൽ കൂടുതൽ കളിച്ചിട്ടുള്ള വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. എനിക്ക് ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയായി. ഇപ്പോൾ തിരിച്ചു വരവ് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിലും അതങ്ങനെ നടക്കുന്നത് ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്നും അങ്ങനെ സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്, ഞാൻ പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു 28-30 അല്ല ഇപ്പം എൻ്റെ വയസ്സ്. എനിക്ക് 38 വയസ്സായി. സോ കളി നിർത്തേണ്ട പ്രായമായി സത്യം പറഞ്ഞാൽ. അതെ, നിർത്തേണ്ട പ്രായമായൊന്നുമില്ല. പക്ഷേ എന്തായാലും പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചലിനെ കഴിഞ്ഞ കുറച്ച് കളികളിലായിട്ട് കണ്ണൂരിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണോ ഒരു പുതിയ മേഖല? അല്ലേ, എൻ്റെ ഇൻ്റർവ്യൂസ് പണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും അവരെപ്പോഴും ഓൾട്ടർനേറ്റീവ് കരിയർ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫുട്ബോളിൽ മാറ്റി നിർത്തിയാൽ വേറെ എന്താ കരിയർ എന്ന് ചോദിക്കും. ഞാൻ അന്നും ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ ഫുട്ബോൾ കരിയറിൻ്റെ കൂടെ തന്നെ വളർന്നു വന്ന ഒരു സാധനമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പം ഫുട്ബോൾ നിർത്താനാകുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണൂർ എൻ്റെ നാട്ടിൽ മാച്ച് നടക്കുകയാണ്, എനിക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവിടുത്തെ ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ അറിയാലോ. അപ്പോൾ അവർ ഓക്കെ വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ഇഷ്ടം വൈൽഡ് ലൈഫാണ്. ഇപ്പം നമ്മൾ കർണാടകയൊക്കെ അടച്ചിട്ടതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഗ്രൗണ്ടിൽ ഇവിടെ കാണുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാറ്റം. അതെ, ഇന്ത്യ മൊത്തം യാത്ര ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെ ഒരു ഫുട്ബോൾ ടൂറുമായി കവർ ചെയ്തിട്ട് അവിടെയും നമ്മൾ കണ്ടു. അതിന് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ ആ ഒരു ഫോട്ടോഗ്രാഫി സ്കിൽസൊക്കെ? അല്ല, അത് ഫോട്ടോഗ്രാഫി സ്കിൽസ് ആയിട്ട് കൂട്ടണ്ട. അത് ഞങ്ങൾ യാത്ര ചെയ്തത് ആക്ച്വലി ഞങ്ങൾ അക്കാദമികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 40 ലൊക്കേഷൻസ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ അതിൻ്റെ ഫണ്ട് ആവുന്നതനുസരിച്ച് മെല്ലെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ യാത്രയുടെ ലക്ഷ്യം. അത് മെല്ലെ തുടങ്ങുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും അതുതന്നെയാണ്. ആ ഒരു ഫുട്ബോളിൽ നിന്ന് കിട്ടിയത് ഫുട്ബോളിന് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന എന്താ പറയുക, ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നതൊക്കെ ഈ പറയുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ. അത് ഞാൻ ഫുട്ബോൾ കളിച്ചതാണ്. ആ ഫുട്ബോൾ എനിക്ക് തന്ന സാധനം അതാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പം അത് എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാർ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, റിനോ ഉണ്ട്, അനസ് ഉണ്ട്, പ്രതിഭട്ടനുണ്ട്, റാഫിച്ച് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ പറയുന്ന അക്കാദമികൾ നടത്തുന്നതും. അത് ഈ പറയുന്ന എല്ലാവരെയും മെൻറ്റാലിറ്റി നമുക്ക് തന്ന ഫുട്ബോളിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കൊണ്ടായതുകൊണ്ട് തന്നെയാണ്. അതെ, നമ്മൾ ഒത്തിരി കാലമായി കേൾക്കുന്നതാണ് ഈ ഒരു കൂട്ടുകെട്ടും ആ ഒരു സൗഹൃദവും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം റിസൾട്ടിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീതിനെക്കുറിച്ചൊരു പെർസെപ്ഷൻ ഉണ്ട്, വെട്ടൊന്ന് മുറി രണ്ട്, അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. ഒത്തിരി ആൾക്കാർക്ക് അത് പലപ്പോഴും അത് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ആൾക്കാരുടെ പെർസെപ്ഷനെ നമുക്ക് മാറ്റാൻ പറ്റുമോ?
ഇല്ല, ഞാൻ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാറില്ല, ഞാനത് ആഗ്രഹിക്കലുമില്ല. इंटरव्यू फिनिश करने दे मुझे, आ रहा हूँ तेरे पास. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ സംസാരിക്കാറില്ല സത്യം പറഞ്ഞാൽ. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, എനിക്ക് ശരിയെന്ന് തോന്നുന്ന സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരെ കൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. സോ ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് പറയാനുള്ളത് പറയുന്നു, ചെയ്യാനുള്ളത് ചെയ്യുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ ആലോചിക്കാറില്ല സത്യം പറഞ്ഞാൽ. ചിലത് നല്ലതായിരിക്കും, ചിലത് മോശമായിരിക്കാം. ബട്ട് എനിക്ക് പറയാനുള്ളത് പറയുന്നു, ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പറയാനുള്ളത് പറയുകയും ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യാമെന്ന് മാത്രമല്ല, കൂട്ടുകാരന് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരാളാണെന്നും എനിക്ക് വ്യക്തിഗതമായും അറിയാം. അപ്പോൾ അങ്ങനെ ആർക്ക് എന്തൊരു സാഹചര്യത്തിലും ഏതൊരു റോളിലും നമ്മൾ കോവിഡ് സമയത്തും കണ്ടു എല്ലാവരെയും സഹായിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഇത് ഒരു എന്താ പറയുക, സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ താഴേക്കടയിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ഏത് സഹായവും ചെയ്യാൻ റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങുന്നത് എങ്ങനെയാണ് ആ ഒരു മെൻറ്റാലിറ്റി? അല്ല, ഞാനങ്ങനെ സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള പണിയായിരുന്നു ഫുട്ബോൾ കളിക്കുക എന്നുള്ളത്. ഞാനത് ചെയ്തു. നിങ്ങൾ എന്നെ സ്പോട്ട് ലൈറ്റ് കൊണ്ടുവിട്ടത് എൻ്റെ തെറ്റല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിപ്പോൾ ഫോട്ടോഗ്രാഫി ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ എല്ലായിടത്തും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള, യാത്ര ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പം പുറത്തുള്ള ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവരെന്നെ ഈ പറഞ്ഞ പോലെ സ്പോട്ട് ലൈറ്റ് കൊണ്ടുവെക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ആൾക്കാർക്ക് വേണമെങ്കിൽ സംസാരിക്കാം, വേണ്ടെങ്കിൽ സംസാരിക്കേണ്ട എന്നുള്ളത് മാത്രമല്ല, അതെന്നെ ബാധിക്കുന്നില്ല. ഇപ്പം കോവിഡ് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നാട്ടിലെ ആൾക്കാരൊക്കെ കഷ്ടപ്പെടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നതിൻ്റെ പുറത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ എനിക്കൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടാവും എനിക്കിവിടെ പോയിരിക്കാനുള്ള. പലരും ചെയ്യാൻ ആഗ്രഹമില്ല ആൾക്കാർക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. എനിക്ക് കിട്ടിയ പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കളിച്ചതുകൊണ്ട് കിട്ടുന്ന പ്രിവിലേജ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കാണാം. അതാണ് ഈ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം ഭയങ്കര നോർമലാണ്, എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മാറ്റം. എത്ര വലിയ സ്പോട്ട്ലൈറ്റ് ഉണ്ടെങ്കിലും അതെങ്ങനെ മാറ്റണമെന്നാണ് വിനീത് കാണിച്ചു തന്നെ. ഈ ഒരു എളിമയും ഈ ഒരു സഹായ മനോഭാവം തന്നെയാണ് വിനീത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. എളിമയൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാണ്. എനിക്ക് അത്ര എളിമയില്ല ആളല്ല. നിങ്ങൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കണം. എൻ്റെ അത്ര അലവലാതി വേറെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വിനീത്, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.